ക്രിസ്മസ് ബെൽ വിത്ത് പേപ്പർ എങ്ങനെ തീം കൊള്ളല്ലേ? അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലും ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ആദ്യം തന്നെ ഒരു പേപ്പർ ക്രിസ്മസ് ബെല്ല് അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതാകുമ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി. എന്റെ കയ്യിൽ ഈ ഗ്രീൻ A4 കളർ ഷീറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിതെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണേലും എടുക്കാം. ഒരു 10 മിനിറ്റ് താഴെ സമയം ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബെല്ല് പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞെന്ന് കുളമാക്കണ്ടല്ലോ. മാക്സിമം ഇതിനെ ഒരു 7 പീസായിട്ടെങ്കിലും കട്ട് ചെയ്തെടുക്കും. ഇനി ആ ചെറിയ പീസ് പേപ്പറിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി നമുക്ക് ബെല്ലിന്റെ ഷേപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതുപോലൊരു വൈറ്റ് പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ ബെല്ലിന്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ബെല്ലും കൂടെ കിടക്കട്ടെ അല്ലേ? ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പേപ്പറുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ഹാങ് ചെയ്ത് വെക്കണമല്ലോ. അതിനുവേണ്ടി ഒരു ചെറിയ ത്രെഡ് എടുത്ത് ഇതുപോലെ ഇതിന് ടോപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലൊരു ഗോൾഡൻ ബീഡ്സ് എടുത്ത് നമുക്ക് ഇതിന്റെ അടിയിലും ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ അടിയിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന്റെ ബാക്കി വന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ബീഡ്സും കൂടെ അതിലേക്കൊന്ന് ഹാങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോവാം. എന്താണെന്നല്ലേ, ഈ കാണുന്ന പോലെ രണ്ട് ഷീറ്റ് എടുത്ത് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ പേപ്പർ ക്രിസ്മസ് ബെൽ ഇവിടെ റെഡിയായി. വല്ലാതെ പ്ലെയിൻ ആയി തോന്നിയതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ഗോൾഡൻ പാച്ച് വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും താടൂ. എന്തായാലും നിങ്ങൾക്കൊരു സഹകരണം ഇല്ലാത്തേ.